ഹലോ, ഇന്ന് ഞാനും ഉണ്ണിയേട്ടനും കൂടി വയലിൽ പോവാണ്. അവിടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്, അത് നനയ്ക്കാൻ വേണ്ടി പോവുക. ശരിക്കും അച്ഛനാണ് അവിടെ കൃഷിയൊക്കെ ചെയ്യുന്നത്. ഉണ്ണിയേട്ടൻ നനയ്ക്കാനും പോകാറുണ്ട്. ഞാൻ ഇന്ന് പോയതാണ്. പോക്ക് കണ്ടായിരിക്കും ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് ഞങ്ങൾക്ക് തന്നെയാണെന്ന്. അയൽവരമ്പിലൂടെയൊക്കെ ഇങ്ങനെ നടക്കണേ, കുറച്ച് അധികമൊന്നുമില്ല, കുറച്ചാളും ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കിളീൻ്റെ ശബ്ദവും തവളേൻ്റെയോ അങ്ങനെ എന്തൊക്കെയോ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട് അവിടുന്ന്. അവിടെ എത്തി നോക്കുമ്പോൾ ഇത്രയും വെള്ളമുള്ള കാര്യം ഞാൻ അറിയുന്നത്. ഇവിടെ ചെരുപ്പ് വെച്ചിട്ട് നടക്കണം. അങ്ങനെ ചെരുപ്പൊക്കെ അവിടെ കഴിച്ച് വെച്ച് ഞാൻ ഉണ്ണിട്ട് കുടിക്കാൻ വെള്ളത്തിലൂടെ അപ്പുറത്തോട്ട് നടക്കുകയാണേ. ഞാൻ എൻ്റെ ഓരോ ബക്കറ്റും കൊണ്ടൊക്കെയാണ് വന്നിട്ട് നനയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നടക്കുമ്പോൾ ഒക്കെ വെള്ളത്തിൻ്റെ ഒച്ചയൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ലേ. ഈ നനയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിലെത്തിയിട്ട് കുളിച്ച് ചായ കുടിച്ചിട്ട് വേണം ഉണ്ണിയേട്ടന് പണിക്ക് പോകുക. അതുകൊണ്ട് തന്നെ സ്പീഡിൽ നടക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ നടത്തം ഒന്നും കൂടെ സ്പീഡാക്കിയിട്ടുണ്ട്. ഇവിടെ വീണ്ടും കുറച്ചുകൂടി വെള്ളമൊക്കെ ഉണ്ട്. ഇത്രയും വെള്ളം അതിന് മുന്നേ ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം മഴ പെയ്തതിൻ്റെതായിരിക്കും എന്ന് കരുതുക ഇത്ര വെള്ളം വന്നത്. അങ്ങനെ പിന്നെയും ഈ വെള്ളമൊക്കെ കടന്ന് നമ്മൾ കൃഷി സ്ഥലത്തേക്ക് എത്തിയതാണ്. അവിടേക്ക് ഞാനെല്ലാം കൂടി വലിഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ. ബക്കറ്റൊക്കെ അവിടെ ഇട്ടിട്ട് കയറിയതാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കയപ്പത്തോട്ടാണ് കാണാൻ പറ്റുന്നത്. കുറച്ച് കയപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത് കുഞ്ഞിക്കയപ്പാണ്. ഇതെന്തോ അംഗവൈകല്യം സംഭവിച്ച പോലുള്ളൊരു കയപ്പ കേട്ടോ. ഇവിടെ കയപ്പ ഇഷ്ടമില്ലാത്തവരാരൊക്കെയാണ്? എനിക്ക് കയപ്പ ഇഷ്ടമല്ല കേട്ടോ. കഴിക്കുന്നത് കൊണ്ട് തന്നെ കയപ്പ ഇഷ്ടമില്ലാത്തവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് നോക്കാം ആർക്കൊക്കെ കയപ്പ ഇഷ്ടമില്ല എന്നുള്ളത്. ബേക്കുന്നത് ഒരാൾ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വെണ്ട കാണാം. വെണ്ടയൊക്കെ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 ഉപ്പേരിയൊക്കെ വെച്ച് കറികളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ വെണ്ട ഉള്ളതുകൊണ്ട് തന്നെ 2 ദിവസം സാമ്പാറും വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ ഒരു ദിവസം നനയ്ക്കാൻ വന്നില്ലെങ്കിൽ പിറ്റേന്നാകുമ്പോഴത്തേക്ക് ഉണ്ടാവും. വെണ്ടയൊക്കെ നല്ല മൂപ്പ് വന്നിട്ടുണ്ടാവും. പിന്നെ പച്ചമുളകൊക്കെ ഉണ്ട് അവിടെ. കുറച്ച് അത്യാവശ്യത്തിന് പച്ചമുളകും കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന്. അന്നേരം ഉണ്ണേട്ടൻ പറഞ്ഞത് ഈ കയപ്പേൻ്റെ ഇടയിലായിട്ട് ഉള്ളിലോട്ടായിട്ടൊരു തക്കാളി ഉണ്ടെന്ന്. ഞാൻ കുറേ നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല. നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. പിന്നെ ഉണ്ണേട്ടൻ കാണിച്ചതാണ് താഴോട്ടായിട്ട് ഉള്ളിലൂടെ കുനിഞ്ഞപ്പം കണ്ട് ഒരു തക്കാളി ഉണ്ടായിട്ടുണ്ട്. പച്ച തക്കാളിയാണ്. ഉണ്ണേട്ടൻ ഇവിടെ നനച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ നനയ്ക്കാനാന്ന് പറഞ്ഞാൽ വന്നത്, പക്ഷെ ഞാൻ നനയ്ക്കുന്നൊന്നുമില്ല, ഉണ്ണിയേട്ടൻ തന്നെയാണ് മുഴുവൻ നനയ്ക്കുന്നത്. അവിടെ എങ്ങനെയായിട്ടൊരു കുണ്ട് കുഴിച്ചതതിന്. ആ കുണ്ടിൽ അന്നേരം വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമല്ലോ, അങ്ങനെ വെള്ളം കോരിയിട്ട് നനയ്ക്കാറായിരുന്നു. ഇതിപ്പോൾ മഴ പെയ്തത് കൊണ്ടായിരിക്കും വെള്ളമൊക്കെ കയറിയതിനെ കൊണ്ട് അവിടെ നിന്ന് കോരി നനയ്ക്കുകയാണേ. പാവം കൈസുഖമില്ലാതെ നനയ്ക്കുകയാണ്. ഇത് വെള്ളരി കേട്ടോ. പിന്നെ ഉള്ളത് പയറും നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 5-8 ഉപ്പേരി വെക്കുമ്പോൾ ഓൾറെഡി വെച്ച് കഴിഞ്ഞ്. നല്ല വലുപ്പമുള്ള പയറാട്ടോ ഉള്ളതൊക്കെ. നല്ല നീട്ടവും അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതെന്താണ് നിങ്ങൾക്ക് അറിയോ ഗൈസ്? അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ചെടി ഏതാന്ന്? നമുക്ക് അറിയുന്നൊന്നു തന്നെയാണ്. പിന്നെയുള്ളത് ചീര കൃഷിയാണ്. നമ്മൾ ചീര ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഉള്ള ചീര എല്ലാം കൂടി പൊയി അരിച്ചതാണ്. പിന്നെ 2-3 വഴുതിനയും ഉണ്ടായിട്ടുണ്ട് അവിടെ. ഇതാ ഇപ്പോൾ ഉണ്ണിയേട്ടൻ അപ്പുറത്തെ സൈഡിലാണുള്ളത്. അപ്പുറമുള്ള കണ്ടത്തിൽ അവിടെയും കുറച്ച് കൃഷിയുണ്ട്. അവിടെയും കുറച്ച് ചീരയും വെണ്ടയും
പിന്നെ വെള്ളരിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നനയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ണിയേട്ടൻ ഇങ്ങോട്ട് വന്ന് ഈ വിളവെടുപ്പാണ്. ഞാനാണ് വിളവെടുക്കുന്നത്. പയറൊക്കെ പറിക്കുകയാണ്. പയർ പറിക്കുന്ന വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റിയുള്ളൂ. പിന്നെ ഉണ്ണിയേട്ടന് പെട്ടെന്ന് പോകേണ്ടതുള്ളതുകൊണ്ട് അത്ര വീഡിയോ എടുത്തുള്ളൂ. പിന്നെ വീട്ടിലെത്തിയിട്ട് എന്തൊക്കെ കിട്ടിയെന്ന് കാണിച്ചു തരാം. ഹാപ്പി